ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബാക്കിയൊന്നും ഞാൻ അതിനെക്കുറിച്ച് എടുക്കുന്നില്ല, എനിക്ക് അതിനകത്ത് വേറെ താല്പര്യമൊന്നുള്ള കാര്യമല്ല. പക്ഷേ അതായത് ഈ ജാതി സെൻസസ് നടത്തും എന്ന് പറഞ്ഞു. പണ്ട് ഈ പൂന പാക്ട് എന്ന് പറയുന്ന ഒരു നടപടി ഉണ്ടായി. പൂന പാക്ട് ആയിരുന്നു 1923 എൻ്റെ ഓർമ്മ. പൂന പാക്റ്റിൽ അതായത് മഹാത്മാഗാന്ധിയും ഡോക്ടർ അംബേദ്കറും തമ്മിൽ തർക്കിക്കാനുള്ള ഇടയുണ്ടായതാണ്. അവർ തമ്മിൽ അകന്നു. അംബേദ്കർ പിന്നെ ഗാന്ധിയോടൊപ്പം പോയില്ല. പക്ഷേ ഗാന്ധിജി തിരിച്ച് അംബേദ്കർ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അംബേദ്കറുമായിട്ട് പിന്നെ യോജിച്ചതാണ്. അതിനകത്ത് ഈ ജാതി സെൻസസ് വേണം എന്നുള്ളത് അംബേദ്കറുടെ താല്പര്യമാണ്. അതിന് പറഞ്ഞെന്താണെന്നറിയുക, യഥാർത്ഥത്തിൽ അന്ന് ഹിന്ദു മതത്തിൽ യഥാർത്ഥത്തിൽ വരേണ്യവർഗ്ഗങ്ങൾ മാത്രമേ ആദ്യം ഹിന്ദുമതം ഉണ്ടാക്കിയ തന്നെ ബ്രിട്ടീഷുകാരാണ്. അതിനു മുമ്പ് ഹിന്ദു എന്നുള്ള വാക്ക് 16-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടെങ്കിലും, ഹിന്ദുക്കളുണ്ടെങ്കിൽ അതൊരു ഹിന്ദു മതമായിട്ട് മാറുന്നത് ഇവരാണ് മാറ്റിയെടുക്കുന്നത്. ആ മതത്തിൽ അന്ന് ആരാന്നറിയോ, അന്ന് ആകെപ്പാടെ കുറച്ച് പേരേ ഉള്ളൂ. അതായത് ബ്രാഹ്മണനും ക്ഷത്രിയരും ഒക്കെ ഉള്ളൂ. ബാക്കി ഈ നമ്മുടെ ഈ പട്ടികജാതി പട്ടിക വിഭാഗക്കാരൊന്നും അതിൽ വരുന്നതല്ല. ആകെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയോ, അതൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ ഇതെന്തെന്നറിയോ, ഇവരെയും കൂടെ എല്ലാം ഇതിനകത്ത് അങ്ങ് ചേർത്തു. അതായത് ബാക്കി 3 മതങ്ങൾ ഒഴികെയുള്ള എല്ലാം അതിനകത്തെല്ലാം ഈ അവിയൽ കഷണം മാതിരി മുഴുവനും കൂടെ അങ്ങ് ഹിന്ദുക്കളാക്കി. അതിന് വലിയ പ്രശ്നം വന്നു നമ്മുടെ രാജ്യത്ത്. അത് കാരണം ഒരുപാട് അധപ്പതനം ആ വർഗ്ഗങ്ങളിൽ ഒരുപാട് പേർക്കുണ്ടായി. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് ഈ വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗത്തിലെ സഹോദരങ്ങൾ, അപ്പോൾ പുലയ സമുദായം, പരവ സമുദായം, പറ സമുദായം, സാംബവ സമുദായം തുടങ്ങി ഇതുപോലൊക്കെയുള്ള ഒരുപാട് സമുദായങ്ങൾ ഒരുപാടുണ്ട്. അവരൊക്കെ പല ജാതികളാണ്. ഈ ജാതികളെല്ലാം അത് വന്നു കഴിഞ്ഞപ്പോൾ നേരെയെല്ലാം അങ്ങ് ഹിന്ദുക്കളാക്കി. ഹിന്ദുക്കളല്ലാത്ത ആരൊക്കെയാ? മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ കേട്ടോ. ബാക്കിയൊക്കെ വളരെ കുറവാണ്. പാഴ്സികളെന്ന് പറയുന്നത് വളരെ എണ്ണത്തിൽ വളരെ കുറവാണ്, വളരെ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ എന്താണെന്നറിയോ, ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിയാൽ പോരാ, ജാതി അടിസ്ഥാനത്തിൽ നോക്കണമെന്ന് പറഞ്ഞു. എത്ര വലിയ കാര്യമാണെന്നറിയോ പറഞ്ഞത്. കാരണം ഇവർക്കൊക്കെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ കൊടുക്കുന്ന, ഷെഡ്യൂൾ ട്രൈബിനും ഒക്കെ കൊടുക്കുന്ന ഈ വീതം ഉണ്ടല്ലോ, ഇവിടെ അവശിഷ്ടം എന്നുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് കൊടുക്കുന്നത് ഇന്ന മണ്ഡലങ്ങൾ, കുറച്ച് ഒരു 3-4 മണ്ഡലങ്ങൾ ഒരു ഒരു സംസ്ഥാനത്താണെങ്കിൽ ചിലപ്പോൾ 1-2 മണ്ഡലം, 1 മണ്ഡലമോ 2 മണ്ഡലമോ ഒക്കെ കാണുള്ളൂ പലപ്പോഴും. അത് മതിയോ അവർക്ക്? ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് ഉണ്ടായിരുന്നെങ്കിൽ അത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, അതായത് പ്രാതിനിധ്യ ജനാധിപത്യം, അതാണ് ഡോക്ടർ അംബേദ്കറിൻ്റെ സ്വപ്നം, അതായിരുന്നു വാക്കുകൾ. പ്രാതിനിധ്യ ജനാധിപത്യം ഇത് പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളതല്ലേ. ഇപ്പം ഓരോ മ്യൂട്ടിനി ലഹള അമേരിക്കയിൽ ഉണ്ടായതാണ്, നമുക്കറിയാമല്ലോ. അമേരിക്കൻ വിപ്ലവം ഉണ്ടായത് എന്താ? അമേരിക്കൻ വിപ്ലവം ഉണ്ടായപ്പോൾ അവർ കറുത്തവർഗ്ഗക്കാർ പറഞ്ഞ എന്താ? നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നാണ്. നികുതിയില്ല, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നവർ പറഞ്ഞു. അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ഉണ്ടായല്ലോ പ്രാതിനിധ്യം. പിന്നെ കറുത്ത വർഗ്ഗക്കാർ തന്നെ അവിടെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മാറിയില്ലേ? അപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, അതായത് പ്രാതിനിധ്യ ജനാധിപത്യം വേണ്ടിടത്ത് അതില്ലാതെ പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. ഈ പ്രാതിനിധ്യം ഇവർക്കുണ്ടോ? ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് നീക്കിവെച്ച മണ്ഡലത്തിലല്ലാതെ ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു സഹോദരിയെ മത്സരിപ്പിക്കുമോ? വളരെ കുറവാണ്. ചിലപ്പോൾ 1-2 കേസുകളൊക്കെ അങ്ങനെ വന്നെന്നിരിക്കും. അതല്ലാതെ ഏതെങ്കിലും നമുക്ക് കാണാനുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വളരെ കുറവാണ്. അതേപോലെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന, വലിയ മുന്തിയ പരിഗണന സ്ത്രീകൾക്ക് കൊടുക്കും. എവിടാണ് അതിനൊരു നിയമം? അതും ഗ്യാരണ്ടി ആയിരുന്നു കേട്ടോ. ആ ഗ്യാരണ്ടിയിലൊരു നിയമം അങ്ങ് പാസ്സാക്കി. സ്ത്രീകൾക്ക് 33% സംവരണം. അത് എന്ന് കൊടുക്കും, എന്ന് നടപ്പാക്കും എന്നുള്ള, അത് എന്നെങ്കിലും നടപ്പാക്കിക്കോളും. പക്ഷെ തീരുമാനം എടുക്കണം. കാരണം ഇപ്പോൾ വോട്ട് വേണം, 4 വോട്ട് ഇപ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം അത് വേണം. അത് വേണ്ടിയാണ് ഈ പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് നടപ്പാക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജാതി ഇല്ല എന്ന് വരണം. അതൊക്കത്തില്ലല്ലോ. നമ്മുടെ ഭരണഘടന അനുസരിച്ച്
ഏത് ജാതിയിലും വിശ്വസിക്കാനും അത് കൊണ്ടു നടക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം ആർട്ടിക്കിൾ 25 ഈ ഒരു പൗരന് കൊടുത്തിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും ആ സ്വാതന്ത്ര്യം ഉള്ളതാണ്. അപ്പോൾ അത് കാരണം അതില്ലാതിരിക്കാൻ പറ്റത്തില്ല, ഉണ്ട്. അപ്പോൾ ജാതി ഇല്ലാതിരിക്കാം, എത്തിസ്റ്റ് ആവാം ഒരാൾക്ക്, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജാതി അവർക്ക് സ്വീകരിക്കാം, അവർക്ക് കൊണ്ടു നടക്കാം, യാതൊരു തകരാറുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ജാതിയുടെ സെൻസസ് വേണ്ടേ? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മതിയോ സെൻസസ്? മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം എന്നുള്ള രീതിയിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, അതിനകത്ത് എത്ര ജാതികളാണ് വരുന്നത്? അതിലെ വരേണ്യവർഗ്ഗക്കാർ, അതായത് അതിലെ സവർണരും അവർണരുമായും തമ്മിലുള്ള ആ സവർണ മേധാവിത്വം എന്ന് പറയുന്നത് ഇന്നും നിലവിലിരിക്കല്ലേ. ഇതെന്തെന്നറിയോ? ഇവരെ കൊണ്ടു കിടക്കണം, ഈ പാവങ്ങളെ കൊണ്ടു കിടന്ന് ഭരിക്കണം. അവരുടെ ശക്തി അവർ തിരിച്ചറിയാൻ പാടില്ല. ആനയെ കൊണ്ടു കിടക്കുന്ന തന്നെ പാപ്പാൻ അതുപോലെ തന്നെയാണ്. അതിൻ്റെ ശക്തി അതിനറിഞ്ഞുകൂടാത്തതുകൊണ്ടാണല്ലോ മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ശക്തി ഇവർ തിരിച്ചറിയരുത്. അതുകൊണ്ട് ഈ സെൻസസ് പാടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ജാതി സെൻസസ് നടപ്പാക്കും എന്ന് പറയുന്ന പ്രഖ്യാപനം, അത് വളരെ അധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഡോക്ടർ അംബേദ്കറുടെ കാഴ്ചപ്പാടിലുള്ള ഒരു നടപടിയാണ്. അത് പൂനെ പാക്റ്റിനെതിരാണെങ്കിൽ പോലും.